ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ സി വേണുഗോപാൽ, ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത്? ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ DGP-യുമായി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ ഓഫീസേഴ്സ്, കലക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുക്കുകയും അവിടെ കാലാവസ്ഥ ഇത്തിരി പ്രതികൂലമായ സാഹചര്യമാണുള്ളത്. എങ്കിലും ഡൈവേഴ്സിനെയൊക്കെ അയച്ച് സാധ്യമാകുന്ന എല്ലാ നടപടികളും വണ്ടി ട്രേസ് ചെയ്ത് നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ ആ പ്രോസസ്സിലാണെന്നാണ് പറയുന്നത്. ഈ അർജുന്റെ കുടുംബം പറയുന്നത് ഇപ്പോഴും അനുകൂലമായി ഈ NDRF സംഘം അടക്കം പ്രതികരിക്കുന്നില്ല എന്നാണ്. അവരൊക്കെ അവിടെ ഉണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്താം. അങ്ങനെ കുടുംബത്തിന് അങ്ങനെ വല്ല നിർദ്ദേശം ഇതുണ്ടെങ്കിൽ ആ പരാതിയും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ ഈ കാലാവസ്ഥ പ്രതികൂലമായതാണ് തടസ്സമെന്നാണോ നിങ്ങൾക്കും അറിയാൻ കഴിയുന്നത്? അവർ പറഞ്ഞത് അങ്ങനെയാണ്, കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ എങ്കിലും അവർ സാധ്യമാകുന്ന എല്ലാ ഡൈവേഴ്സിനെയും എല്ലാവരെയും ഉപയോഗിക്കുന്ന NDRFന്റെ ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ നടപടിയും സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് കലക്ടർ അടക്കമുള്ള ആളുകളെ, SP അടക്കമുള്ള ആളുകളെ അലർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമാകുന്ന ഡൈവേഴ്സിനെയും അയക്കാൻ വേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ടെന്നാണ് എന്നോട് ഇപ്പം പറഞ്ഞത്. ശ്രീ കെ സി വേണുഗോപാൽ, ഇനിയും നിങ്ങൾ അവരെ ബന്ധപ്പെടുമല്ലോ. ഇപ്പോൾ ഈ മനാഫ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ഈ അർജുൻ ഓടിച്ച വണ്ടിയുടെ ഉടമയാണ്. ഈ മനാഫ് പറയുന്നത് ഈ NDRF സംഘത്തോട് ഇപ്പോൾ പറയുന്നുണ്ട് GPS ലൊക്കേഷൻ പ്രകാരം ഇന്ന ഭാഗത്തുണ്ട് ഈ വണ്ടി. പക്ഷെ അവർ പറയുന്നത് അതിന് മീതെ മണ്ണ് കിടക്കുകയാണ്, ആ മണ്ണ് നീക്കിയാൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇടപെടാതെ നിൽക്കുകയാണ്. അതിന് സാങ്കേതികത്വത്തിലേക്ക് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇക്കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ചീഫ് മിനിസ്റ്റർ ലെവലിൽ തന്നെ വിവരം അറിയിക്കുകയും ചീഫ് മിനിസ്റ്റർ ഇന്റർവ്യൂ ചെയ്തിട്ടുമുണ്ട്. ഇനി ഈ പറയുന്ന ഇവരുടെ അഭിപ്രായം കൂടി ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇങ്ങനെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, അവർക്ക് കിട്ടിയ നിർദ്ദേശം ടെലിഫോൺ പിക്ക് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ എനിക്ക് പലരും അറിയാൻ കഴിഞ്ഞത് ഫോൺ റിങ് ചെയ്യുന്നുള്ളതാണ്. അതും ഞാനിപ്പോൾ അവരെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇവർ ഈ പോലീസിൽ പലതവണ ഈ NDRF സംഘം പറയുന്നത് നിങ്ങൾ പോയി പരാതി കൊടുക്കുന്നതാണ്. അങ്ങനെ 4 വട്ടം ഈ അങ്കോള പോലീസിനെ ബന്ധപ്പെട്ടു. പക്ഷെ അവിടെ നിന്നും തണുപ്പൻ പ്രതികരണമാണെന്നാണ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത്, അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. എന്തായാലും അങ്ങനെ, അതായത് തുടർന്നും ഇടപെടലുകൾ ഉണ്ടാകും. രാവിലെയാണ് ഞാൻ ഇടപെട്ടത്. വീണ്ടും ഈ പറയുന്ന ഇവരുടെ ആശങ്കകൾ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും. ശരി, നന്ദി ശ്രീ കെ സി വേണുഗോപാൽ.